നെൽപ്പാടത്തുയർന്ന ഹൈവേ നിലംപൊത്തിയ കാഴ്ചയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ കാണുന്നത്. പൂർവികരിൽ നിന്ന് പൈതൃകമായിട്ട് ഇങ്ങോട്ട് കിട്ടിയതല്ല നമ്മുടെ പ്രകൃതി. അത് വരാനിരിക്കുന്ന തലമുറകളിൽ നിന്ന് കടം വാങ്ങിയതാണ്. അത് സുരക്ഷിതമായിട്ട് തിരികെ ഏൽപ്പിക്കേണ്ട ജോലിയും നമുക്കുണ്ട്. നമ്മുടെ ഭൂമി, നമ്മുടെ പ്രകൃതി അപകടത്തിലാണോ? പ്രളയവും മണ്ണിടിച്ചിലും ഒക്കെ ഭീതി വിതച്ച്, നാശം വിതച്ച് ഇനിയും കടന്നു വരുമോ? ഇതിലൊക്കെ നമുക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ? മനുഷ്യനാണോ ഇതൊക്കെ വരുത്തി വെച്ചത്? അതോ മൈ ഫ്രണ്ട് ട്രംപ് പറയും പോലെ ചിലരുടെയൊക്കെ ഭാവനയിൽ മാത്രമുള്ളതാണോ ഈ ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും ഗ്രീൻ ഹൗസ് എഫക്ട്സും ഒക്കെ? ചരിത്രാതീത കാലം മുതൽക്കേ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും വരൾച്ചയിൽ നിന്നുമൊക്കെ കേരളത്തെ സംരക്ഷിച്ച നമ്മുടെ സഹ്യൻ, നമ്മുടെ ഫേവറേറ്റ് കിഴക്കൻ സ്പോട്ടുകളെല്ലാം മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലും വയനാടും ഒക്കെ ഇരിക്കുന്ന ആ വെസ്റ്റേൺ ഗട്ട്സ് അഥവാ പശ്ചിമഘട്ടം എന്ന അത്ഭുത ലോകം, നീലക്കുറിഞ്ഞു പോക്കുന്ന ഇടം, കരിവീരന്മാരുടെ ഇഷ്ട സങ്കേതം, UN കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം 8 ഹോട്ടസ്റ്റ് ഓഫ് ദി ഹോട്ട്സ്പോട്ട്സ് ഓഫ് ദി വേൾഡിൽ ഉൾപ്പെട്ട ഇല്ലാതാവുന്ന ആ സമ്പന്ന ജൈവ കലവറ വെസ്റ്റേൺ ഗട്ട്സ് ഭീഷണിയിലാണ് സഹ്യനും മക്കളും. 70% നാച്ചുറൽ വെജിറ്റേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നീലഗിരി താർ, മലബാർ സിവറ്റ്, പർപ്പിൾ ഫ്രോഗ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ ജീവികളും എൻഡേഞ്ചേർഡ് ആണ്. ചിലത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഒക്കെ വന്നു, തെറ്റിദ്ധരിക്കപ്പെട്ടു, അവഗണിക്കപ്പെട്ടു, പോയി. എന്നാൽ പ്രകൃതി ഇതൊക്കെ കണ്ട് വെറുതെ ഇരിക്കുമെന്ന് കരുതിയവർക്കൊക്കെ തെറ്റി. റിപ്പോർട്ടുകൾ ഒളിപ്പിച്ചവർക്കും വസ്തുതകൾ വളച്ചൊടിച്ചവർക്കും ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചവർക്കും ഒക്കെ മുന്നിൽ പ്രകൃതി താണ്ഡവമാടി. ജീവനുകൾ പൊലിഞ്ഞു, സ്വപ്നങ്ങൾ ഇല്ലാതായി, കുടുംബങ്ങൾ മണ്ണിനടിയിലായി. എന്നിട്ടും വെളിവ് തെളിയാത്തവർ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമ്മൾ ലജ്ജിക്കണം. അണച്ചിട്ടും അണയാതെ ബ്രഹ്മപുരത്ത് കത്തിയെരിഞ്ഞ മാലിന്യ കൂമ്പാരവും അർജുനെയും ലോറിയെയും ഗംഗാവാലി നദിയിലേക്ക് വലിച്ചുകൊണ്ടുപോയ ഷിരൂരിലെ മണ്ണിടിച്ചിലും ആമയിഴഞ്ചാൻ തോടിൽ ജോയിയെ ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട മാലിന്യ കടലും വയനാട്ടിൽ 300ഓളം പേരെ നിന്ന നിൽപ്പിൽ ഇല്ലാതാക്കിയ മണ്ണിടിച്ചിലുമൊക്കെ നമ്മളെ നടുക്കുന്നില്ലെങ്കിൽ, മാറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ എത്ര പരിസ്ഥിതി ദിനങ്ങൾ വന്നു പോയിട്ടും കാര്യമില്ല. 1991 സുപ്രീം കോടതി ഡയറക്ഷൻ പ്രകാരം UG കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയ നിർബന്ധിത എൻവയോൺമെന്റൽ സ്റ്റഡീസ് മാർക്കിന് വേണ്ടി മാത്രം വായിച്ച് മറക്കാനുള്ള പേജുകളാവാതിരിക്കട്ടെ. ജൂൺ 5 ലോകം പരിസ്ഥിതി ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് അറിവിനെ ജനനന്മയ്ക്കായിട്ട് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന നിർമ്മാണ രീതികളും ഗ്രീൻ ടെക്നോളജീസും ഒക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. പാരിസ്ഥിതിക പഠനങ്ങളും സോയിൽ ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ കൃത്യമായിട്ട് നടത്തി മാത്രം, പ്രകൃതിയെ അറിഞ്ഞും സംരക്ഷിച്ചും മാത്രം നമുക്ക് മുന്നോട്ട് പോകാം. മനുഷ്യനിർമ്മിത അപകടങ്ങൾ അങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം. ഭൂമിയിലെ ഓക്സിജന്റെ 28% മരങ്ങളും വനങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇരട്ടിയിലധികം ഓക്സിജൻ നമുക്ക് തരുന്നത് സമുദ്രത്തിലെ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന സൂക്ഷ്മ സസ്യജീവിയാണ്. ആ ഫൈറ്റോ പ്ലാങ്ക്ടണ് ഭക്ഷണം കൊടുക്കുന്നതാവട്ടെ തിമിംഗലങ്ങളാണ്. ഒരായുസിൽ 33,000 കിലോയോളം കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തും തിമിംഗലങ്ങൾ നമ്മുടെ ഭൂമിയിൽ ജീവശ്വാസം നിലനിർത്തുന്നുണ്ട്. അവരെ ഇല്ലാതാക്കാൻ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിന് കഴിയും. സോ ലെറ്റ്സ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ലെറ്റ്സ് സപ്പോർട്ട് റെഡ്യൂസിങ്, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക്. താങ്ക് യു.